നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനപ്പെട്ട ട്രാൻസ്ഫർ അപ്ഡേറ്റ്സിനെ കുറിച്ചും. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെൽസിയുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ അവർ എല്ലാ വീക്കിലും ഓരോ പ്ലെയറെ സൈൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കേൾക്കുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡുമായിട്ട് ജാവോ ഫിലിക്സിന്റെ കംബാക്കിന് വേണ്ടി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഫബ്രീസിയോ റൊമാനോ ഒക്കെ ഇപ്പൊ കൺഫേം ചെയ്തിട്ടുള്ളത്. പുള്ളിയുടെ ഏജന്റ് ആയിട്ടുള്ള ജോർജ് മെൻഡിസ് ഇത് ഓൾറെഡി പുറത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോ ചെൽസിയുടെ സൈഡിലാണ് ഡിസിഷൻ ഉള്ളത്. ജാവോ ഫിലിക്സ് തിരിച്ചു വരും എന്ന് പല ചെൽസി പ്ലേയേഴ്സും ചെൽസിയുടെ ഫാൻസും ഒക്കെ ഇപ്പൊ പ്രതീക്ഷിക്കുന്നുണ്ട്. മരസ്കയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത്രയ്ക്കും ടാലന്റഡ് ആയിട്ടുള്ള ഒരു ബിഗ് സ്ക്വാഡ് പുള്ളിയുടെ കൈ കൊടുത്തിട്ടുണ്ട്. കോർ ടീമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള തലവേദനയാണ്. ഇനി വരും ദിനങ്ങളിൽ അത് നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ലിവർപൂളിന്റെ സൈഡിൽ നിന്നാണ്. ലിവർപൂളിന്റെ യങ് പ്ലെയർ ആയിട്ടുള്ള ഫാബിയോ കർവാലോ ഒഫീഷ്യലായിട്ട് ബ്രെൻഫോർഡുമായിട്ട് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. 27.5 മില്യൺ ഒരു ഡീലാണ് ബ്രെൻഫോർഡ് ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം കർവാലോക്ക് വേണ്ട രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് ലിവർപൂളിൽ കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമായിട്ട് തന്നെ അറിയാം. എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഫ്യൂച്ചർ ഉള്ള ഒരു യങ്സ്റ്റർ ആണ്. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് സുബിമണ്ടി ലിവർപൂളിലേക്ക് ഇല്ല എന്നുള്ള വാർത്ത ഡേവിഡ് ഓൺസ്റ്റൈൻ ഇപ്പോൾ കൺഫേം ചെയ്തിട്ടുണ്ട്. നമ്പർ 6 ഇനിയൊരു പ്ലെയറെ സൈൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാം. എന്തായാലും സ്ലോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ ഉള്ള പ്ലെയറെ വെച്ച് മാനേജ് ചെയ്യുക എന്നതായിരിക്കും ഒരു പ്രധാനപ്പെട്ട ദൗത്യം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് വലൻസിയ ഗോൾ കീപ്പർ ആയിട്ടുള്ള ജോർജി മബർദഷേലി ചിലപ്പോൾ ലിവർപൂളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഫസ്റ്റ് ഗോൾ കീപ്പർ എന്തായാലും അലിസൺ ബെക്കർ തന്നെ ആയിരിക്കും. ബെക്കർ ചിലപ്പോൾ സൗദി ലീഗിലൊക്കെ പോകുന്നുള്ള റൂമർ നമ്മൾ കേൾക്കുന്നുണ്ട്. അങ്ങനെ പോവുകയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ ഈ ഒരു ഗോൾ കീപ്പർക്ക് തന്നെ ആയിരിക്കും. ചിലപ്പോൾ പുള്ളിയെ സൈൻ ചെയ്ത് ഒരു ലോണിലൂടെ അയക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ആർസണൽ സൈഡിൽ നിന്നാണ്. അപ്പൊ എൻകിറ്റിയ ആർസണൽ വിട്ട് പോകുന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 1-2 ഓഫറുകളൊക്കെ പുള്ളിയെ തേടി എത്തിയിട്ടുണ്ട്. ഇപ്പം ബോമോത്ത് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശക്തമായിട്ട് രംഗത്തുണ്ട്. 65 മില്യന്റെ ഡീലിലൂടെ സൊളാങ്കിയെ സെല് ചെയ്തതിനു ശേഷം ഒരു 20-25 മില്യൺ ഒക്കെ കൊടുത്ത് ചിലപ്പോൾ എൻകിറ്റിയെ സൈൻ ചെയ്യാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ആ ഡീല് ഇപ്പൊ പ്രോഗ്രസ് ചെയ്യുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരും ദിനങ്ങളിൽ അറിയാൻ സാധിക്കും. മറ്റൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നത് ജിവാനി ലൊസെൽസിയോയുടെ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. ഇപ്പൊ ലൊസെൽസിയോയുടെ കാര്യം നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കുമ്പോൾ കിഡിലം പെർഫോമൻസ് പുള്ളി കാഴ്ചവെക്കാറുണ്ട്. പക്ഷേ സ്പേഴ്സിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ അല്ല. ഇഞ്ചുറി വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇപ്പോൾ ഒരു സീസൺ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാഫ് ഓഫ് ദി സീസൺ പുള്ളി ഇഞ്ചുറി ആയിരിക്കും, അല്ലെങ്കിൽ അർജന്റീനയ്ക്ക് വേണ്ടി കളിക്കാൻ പോകും. പിന്നീടുള്ള കുറച്ച് മത്സരങ്ങൾ ഇമ്പാക്ട് കൊണ്ടുവരാൻ പുള്ളിക്ക് കഴിഞ്ഞതുമില്ല. ഇപ്പൊ കേൾക്കുന്നത് ആൻഡ് പോസ്റ്റക്കോഗ്ലുവിന്റെ പ്ലാനിൽ ലൊസെൽസോ ഇല്ല എന്നുള്ള ഒരു കാര്യമാണ്. 2 കിടിലം ഓഫറുകൾ പുള്ളിയെ തേടി എത്തിയിട്ടുണ്ട്. ആസ്തൻ വില്ല ഇൻട്രസ്റ്റഡ് ആണ്. റിയൽ ബെറ്റിസ് പുള്ളിയെ സൈൻ ചെയ്യാൻ വേണ്ടി രംഗത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും വരും ദിനങ്ങളിൽ ഈ ന്യൂസ് കൺഫേം ആകും. പുള്ളി സ്പേഴ്സ് വിട്ടു പോകും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. മറ്റു ചില റൂമേഴ്സ് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാത്തിരിക്കാം. പ്രീമിയർ ലീഗ് തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ സീസണിൽ എന്ത് സംഭവിക്കുന്നത് വളരെ ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. സിറ്റിയുടെ കുറച്ച് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ചിലപ്പോൾ അടുത്ത വർഷം നമുക്ക് അറിയാൻ സാധിച്ചേക്കും. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.